ഞാൻ പാലത്തിന്റെ അടിയിലുണ്ടല്ലോ. ഹലോ ഇറങ്ങാൻ പറ്റും. എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല കോച്ച്, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വന്നതാണ്. കുറച്ച് കാര്യം പറയണ്ടായിരുന്നേ. ചാറ്റില് വെറുതെ ഇതാ വരുത്തോട്ടെ. ഇന്ന് നിങ്ങളൊരു കോച്ചിനെ കണ്ണീര് കാണേണ്ട വരും. പക്ഷെ എന്റെ അടുത്ത് എടാ ഞാൻ കുറച്ച് റൂഡായിരിക്കുവേ. ഞാൻ വിളിക്കണോ? വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ. ഇവറ്റ പോളാ ഇതെന്താ കോച്ച്? നിങ്ങൾക്കൊക്കെ MS ഉണ്ടോ? പിങ് ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഹലോ ബ്രോ. ഹലോ എന്താ ബ്രോ? എന്റെ പേര് കാർട്ടർ. ഞാൻ കനേഡിക്കയിൽ വന്നേ. ഓക്കെ. ഇതല്ലേ അത് ഒന്ന് വരുമോ? പറഞ്ഞോ കോച്ച്. ഞാൻ ഒരു പെണ്ണിനെ കണ്ടില്ല. മോബി ഒന്ന് പറഞ്ഞോട്ടെ. മോബി ഒന്ന് പറഞ്ഞു. ഹലോ ഹലോ കുറച്ച് പ്രൈവസി പ്ലീസ്. നിനക്ക് പ്രൈവസി മാറിക്കോ. നീ ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ നടക്കണത് വരവെന്നാളാ. ഞാൻ ഇവിടെ ഇവന്റെ ലക്ഷ്മിക്കുട്ടിയുടെ പേരില് ബ്രഹ്മചാരി കിടന്ന് പൊളക്കണം. അതിന്റെ ഇടക്ക് കിടന്ന് പറഞ്ഞു. വാസുദേവൻ എന്ത് എനിക്കെന്തൊരു ദേഷ്യം? കുട്ടിയല്ലേ ഇവിടെ ജോലിക്കും അതിനൊക്കെ വേണ്ടിട്ട് എല്ലായിടത്തും പോയത്. ജോക്കിയൊക്കെ എടുത്ത് മുമ്പില് എന്നെ ഒരുമാതിരി നാണം കെടുത്തിയത് ആരാണ്? കുഞ്ഞാനാണോ? ജോക്കി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചല്ലേ, അല്ലാതെ നീ പട്ടറിയാന്ന് പറഞ്ഞോണ്ടല്ലേ. പകല് മൊത്തം ലിപ്സ്റ്റിക് വിട്ട് നടന്നിട്ട് വൈകുന്നേരം ആവുമ്പോ കപ്പലണ്ടി കച്ചവടം എന്ന് വരെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ നിന്നെ വിളിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഇതായി പോട്ടെ എന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അല്ലാതെ പുള്ളി അങ്ങനെ ഒരാളെ PA ആക്കത്തില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. PA ആക്കൂലായിരുന്നോ? ഞാൻ പറഞ്ഞത് എന്തായാലും ആക്കിയേനെ. ഞാൻ പക്ഷെ ഇനി പറയത്തില്ല ഒരിക്കലും. ഇനി ഞാൻ പറയത്തില്ല. എനിക്ക് PA ഒന്നും വേണ്ട. എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ അറിയാം. പിന്നെ എന്താ വേണ്ടത്? അതൊക്കെ ആദ്യമേ പറഞ്ഞാ പോരെ. എന്ത് വളച്ചു കിട്ടണ എന്തിന്? കേൾക്കുമ്പോ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. എനിക്ക് ജീവിക്കേണ്ടതല്ലേ ഇവിടെ. ഇതിപ്പോ എവിടെ പോയാലും എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ മോബി നീ ഇത് കേക്കണം കേട്ടാ മോബി. ഇപ്പൊ എനിക്ക് വേറൊരു പെങ്കൊച്ചിനോട് മിണ്ടാൻ പറ്റത്തില്ല, ഒരു ബിസിനസ് ഡീല് സംസാരിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ എക്സിൽ ഒരു മിസ്റ്റർ എക്സ് അതാര്? ഹലോ ഹലോ കേക്കാം ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് നമുക്കൊരു ബിസിനസ് ഡീലായിട്ട് ഞാനൊരു പെണ്ണിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നെ കാണുമ്പോഴത്തേന് ഇങ്ങനെ തൊലിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്തു പറ്റി? ഞാൻ ഓർത്ത് നോർമലി ചിരിക്കണതാണോ? അല്ല, റിലേഷൻഷിപ്പിലൊക്കെ ആയല്ലേ. അപ്പോഴെല്ലാണോ ഇത് തന്നെയാണ് കേട്ടോ, എല്ലാണോ ഇത് തന്നെ. എന്നാ നമുക്ക് ഇത് കേൾക്കുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ റിലേഷൻഷിപ്പിലാണെന്നുള്ള പേര് നാട് മൊത്തം. ജീവിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ? ഇല്ല.
വിളിക്കുന്നത് അവളാരം അടിപൊളിയുള്ള കാര്യം നിന്റെ വൈഫാണ്. ഇങ്ങനെ ചൂടാവണ്ട. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കല്ലോ. ഒരു മിനിറ്റ് ജീവിതേ ഒഴിവാക്കണം തല്ലി കൊല്ലട്ടെ. മറ്റുള്ളവരാണ് ഒഴിവാക്കേണ്ടത്. അവളാണ് വിഷം. പിങ്കൂടിയാ പിന്നെ വെള്ളത്തിൽ മുക്കിയല്ലേ ഈ വീഡിയോ കോൾ ബഗ്ഗാണ് ഇവിടെ. ഞാൻ ഇങ്ങനെ ആരെയും വീഡിയോ കോൾ ഇവിടെ ഓരോരുത്തർ നടക്കുന്ന തന്നെ നിനക്ക് നന്നായിട്ട് അറിയില്ല. നീ വൈകിട്ട് ഗതയൊക്കെ കാണിച്ച് വിളിക്കണതല്ലേ കീരി. വർക്കിംഗ് അല്ല അതെയോ കോളേജ് എടാ ഞാനൊരു അത്യാവശ്യം ഒരു ബിസിനസ് ഡീലിൽ നിൽക്കുമായിരുന്നു. ഞാൻ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് സമയം തരും എനിക്ക്. 5 മിനിറ്റ് എന്തോടെ കേട്ടില്ല. അതാ പറഞ്ഞ 5 മിനിറ്റ് സമയം തന്നത്. 5 മിനിറ്റ്. നിന്റെ ബാഗൊക്കെ കഴിഞ്ഞാ? എടാ, നിനക്ക് ബുദ്ധി ഇല്ലടാ. നിനക്ക് പാലത്തിന്റെ അടിയിലെന്ന് പറഞ്ഞ അവന്മാരിപ്പൊ കെട്ടിയിരുന്നാലും ഇങ്ങോട്ട് വരൂലേ? ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ തിരിച്ചിട്ടില്ലേ? എടാ ഇവൻ പോലീസുകാരായോ? പറഞ്ഞായിരുന്നു കാണാൻ കള്ളേ. സാർ സുഖല്ലേ? ഇല്ല നമ്മള് ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാ പിന്നെ നമ്മൾ ആ ഡ്രസ്സിലുള്ള ഒരാളെ ഇടപെടാന്ന് വിളിക്കൂല. അതാ ഞാൻ ഡ്രസ്സിന് കൊടുക്കുന്ന റെസ്പെക്ട്. നമ്മൾ കൊറേ നാളായി കണ്ടിട്ട്. നമുക്ക് കാണാം. ഞാനങ്ങനെ പി ഡി സൈഡിലേക്ക് ഞാൻ വരാറില്ല. പി ഡി കാരണം കള്ളന്മാരുടെ ഏരിയ ആയതുകൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പലവട്ടം പി ഡിയിൽ വന്നിട്ടുള്ളതല്ലാതെ പരിന്തുവാസന് ഒരു കേസില്ല. അങ്ങനെയല്ല, ഫ്രണ്ട്ലി സംസാരിക്കാൻ. ഞാൻ ഉറപ്പായിട്ട് അങ്ങോട്ട് വരാം. ഇതൊന്ന് ഡീൽ ചെയ്തിട്ട് വരാം. വരാം. ഓക്കെ. ഓഫീസറുടെ പേരെന്തായിരുന്നു? പോലീസിൽ കയറിയാലേ ഇവനൊക്കെ കള്ളനെന്നും കള്ളം തന്നെ. ഇവന്തൊരു വീട്ടിൽ വിളിക്കുന്നത്? ആ സാർ ഹലോ. പീറ്റർ പാർക്കർ. ഓക്കെ പീറ്റർ പാർക്കർ. ഓക്കെ. പുതിയ ആളായി. അതെ 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 ശരി. ഹലോ. എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പല കോളുകളും വരും. ഇതൊക്കെ എന്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും കോളുകളും ഒക്കെയാണ്. എനിക്ക് അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായ? ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ ജോക്കി വിളിക്കും. എനിക്കപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ എന്റെ ബോബോയ് വിളിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞു? ആരോടാ ജോക്കി വിളിക്കുന്നു? ഒരു മിനിറ്റ് കുറച്ച് നേരം. ഹലോ എടാ എവിടാ ജോക്കി ഞാൻ അവിടുന്ന് കാശ് വരുന്ന വഴിക്ക് നമ്മുടെ ബോബോയ്ക്ക് എന്തോ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ബോബോയുടെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ബോബോയുടെ അടുത്തോട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതിയോ അതോ ജോക്കിയുടെ അടുത്തോട്ട് വന്ന് വിളിച്ചോണ്ട് വന്ന് ബോബോയുടെ കൂടെ ഒരുമിച്ചിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സംസാരിച്ച് ഡീൽ ചെയ്ത് പോകണോ? അല്ലല്ല ഒരു ബോബോയെ കണ്ടിട്ട് വരാമോ? ബോബോയ് എവിടെയാണെന്ന് റേഡിയോ ചോദിക്കണം. ഒരു മിനിറ്റ്. ബോബോയ് എവിടെയാ നിക്കുന്നേ? പലേറ്റ പാലം. ഓക്കെ, എന്നാ ഞാൻ പലേറ്റ പാലത്തിന്റെ അവിടെ വരാം. രണ്ടു മണ്ടന്മാരേട്ടാ. രണ്ടുപേരും വിളിക്കൂല. ബ്രഹ്മചാരി. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ജോക്കിയാണ്. ജോക്കി വീണ്ടും കോൾ വിളിച്ചതാണ്. എനിക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. കുട്ടി എന്റെ ജീവിതം ഇങ്ങനെയാണ്, മനസ്സിലായ? ഞാൻ ഇങ്ങനെയാണ് പണ്ട് തൊട്ട് ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്ത് എന്റെ കൂടെ ജീവിക്കാൻ ഒരാൾക്കും പറ്റത്തില്ലായിരുന്നു, മനസ്സിലായി? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നത്. എനിക്കിപ്പോഴും ഇവന്മാരെയൊക്കെ ഇങ്ങനെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞാൻ ബിസി ആൻഡ് എൻഗേജ് ആണ്. എനിക്ക് എന്റെ ഗ്യാങ്ങാണ് ഫസ്റ്റ് പ്രയോറിറ്റി, എന്റെ ബിസിനസ് ആണ് എന്റെ സെക്കൻഡ് പ്രയോറിറ്റി. അതിന്റെ എല്ലാം മുകളിൽ എനിക്ക് ജോക്കിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഏത് ഫ്രണ്ട്? ഓ അങ്ങനെ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആദ്യം ജോക്കി അല്ല, ആദ്യം ജീവിയെ, അത് കഴിഞ്ഞ ജോക്കി, അത് കഴിഞ്ഞ എന്റെ പിള്ളേര്.
അത് ബിസിനസ്, അത് എന്റെ ബിസിനസ്. അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മീനുകുട്ടിയാണ് വലുത്. അതെ അതും കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. അതെ അതെ അതെ. ചേച്ചി വിലയൊന്നുമില്ല. ആരോടെ ഫ്രണ്ട്? എന്താ കേട്ടില്ല? ഒന്നുമില്ല, ഞാനൊരു ഗദ്ഗതം പറഞ്ഞു. ആ ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും പറയുന്ന സമയത്തുണ്ടല്ലോ മറ്റേ കാലൊക്കെ ഇട്ട് വരച്ച് ചീണിങ് അത് പിന്നെ എനിക്കത് കേൾക്കുമ്പോഴേ ചെകുത്തുകൾ വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നോക്കി പറയണം. അത് അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം, മനസ്സിലായ? അതെ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. അല്ലാതെ ഈ പറയണത് പോലെ ഇങ്ങനെ വളഞ്ഞ് മൂക്കെ പിടിച്ച് ഇങ്ങനെ എഴയണ ആൾക്കാരെ ഒന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ താല്പര്യമില്ല. വണ്ടി റെഡി അല്ലേ? അങ്ങനല്ല, ഞാൻ മൊത്തത്തിൽ എല്ലാരും ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഇടപഴകാറുള്ളൂ. അങ്ങനെയാണ് എല്ലായിടത്തും. ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. എടാ ബസ് പോയി ചോറ് കഴിച്ചോടാ. ഇല്ല കണ്ടോ, സ്ട്രേറ്റ് ഫോർവേഡ് മറുപടി. ഞാൻ ഫുഡ് കഴിച്ചടാ. എന്നോട് ചോദിച്ചിട്ടില്ല. അല്ലേ നീ ഇങ്ങോട്ട് വന്നേടാ. പറഞ്ഞല്ലോ നമ്മള് മറ്റവള അതിന്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കണ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എനിക്ക് അവളെ ഒട്ടും അവളെ എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കണല്ല. എനിക്ക് നീ ആ പെണ്ണിനെ നമ്മളെങ്ങനെങ്കിലും ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേ ഹലോ ബ്രഹ്മചാരി എടാ അതിനെ കൊന്നു. കോച്ച് നിങ്ങക്ക് എന്താ കോച്ച്? ഹലോ 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 ആരാണ്? കണ്ണൻ സ്രാങ്ക്. കണ്ണൻ സ്രാങ്കോ? ആ എന്താ കണ്ണൻ സ്രാങ്ക്? നിങ്ങള് നാട്ടിലുണ്ടോ? ഇവിടെ നാട്ടിലുണ്ടോന്നോ? സിറ്റിയിലുണ്ടോ? ആരാ പിന്നെ സംസാരിക്കുന്നേ? അതല്ല, ഇവിടെ ഈ സിറ്റി മുതുക്ക് സിറ്റിയിലെ മുതുക് സിറ്റിയിലില്ല. എന്റെ മകളെ നിങ്ങള് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പൊ നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അർജന്റ് സിറ്റുവേഷനിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മേലോട്ട് കൊണ്ട് തന്നേടാ. എന്റെ തോട്ടിക്കാറ മര്യാദയ്ക്ക് താഴെ കിട്ടുക. പാലത്തിന്റെ അടി, ഞാൻ പാലത്തിന്റെ അടി നിൽക്കും. പാലത്തിന്റെ അടിയിലോ ജോക്കി? ഞാൻ ഇവിടെ റിപ്പയറിന്റെ മുതുക്കില്. എടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിയിൽ ഒരു സാധനം ഇല്ല. 82. നീ എവിടെ വാ, നീ എവിടാണിത്? ഞാൻ മുതുക്കില് റിപ്പയർ നിൽക്കുക. മുതുക്കിന്റെ റിപ്പയറൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നീ 82 വാഴ. നീ ജോക്കി കോള് കട്ടിയാണ്. ഞാൻ എന്താ ഇവിടെ മുതുക്കില് റിപ്പയർ നിൽക്കാം. ജോക്കി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തല അറുത്തിടും. അല്ലല്ല, നീ റിപ്പയർ കഴിഞ്ഞിട്ട് 82 വരാൻ താഴെ 82. മറ്റേ കൊറേ മരങ്ങൾ ഇരിക്കുന്ന കൊറേ പാലം ഇല്ല. 82. ഓക്കെ ഈ ഗ്യാങ് ചിഹ്നത്തെറിച്ച് പോയ അവന്മാരെല്ലാം ഒന്ന് വിളിക്കണേ. മെസ് ബോയ്, കോച്ച്. കോച്ചല്ല, കാമക്കുടിക്കുകയും പിടിച്ചു കേട്ടാ. പിടിച്ചു കേട്ടാ.
എന്ത് പറയും ഹലോ നമുക്ക് റിപ്പയറിനത് ഇവിടെ അവിടെ മറ്റേ കാര്യമായിട്ട് പാലത്തിന്റെ അടിയിലോട്ട് വിളിച്ചു നോക്കി എല്ലാരും ഒന്ന് വന്നേ. കണ്ണാപ്പി പോയി ഏട്ടാപ്പം വെക്കാം. ജോക്കി എവിടെ ഹലോ നിങ്ങൾ വെടിവെക്കാൻ തോക്കിന്റെ വെടിവെച്ച് തോക്ക് വെച്ച് വെടിവെക്കാനല്ലോ നിങ്ങളെ ഗ്യാങ് എടുത്തേ. നിങ്ങൾ എന്തോ പിന്നെ പെമ്പിളാർ കിടന്ന് വഴുതി കളിക്കുന്ന എന്തോ நான் மட்டும் இல்ல നമസ്കാരം പാലത്തിന്റെ അടിയിൽ എന്താ പരിപാടി? പാലത്തിന്റെ അടി കുട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് എന്റെ അടുത്ത് കണ്ണാപ്പിയും നമ്മുടെ ടീം കണ്ണാപ്പിയും ബോബോയും നമ്മുടെ മാമനൊക്കെയാണ് നമ്മുടെ ടീം. അതിശക്തിയമായി ഗ്യാങ്ങിൽ ഇത്രയും എംബോക്കികൾ പാലത്തിന്റെ അടിയിൽ പെൺപിള്ളാരുമായി നിന്ന് ഉത്സന്നു ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നാറി പൊഴുത്തിരിക്കുന്ന മുഖം നോക്കി നോക്കിയടാ. ജോക്കി ഏപ്രിൽ 1-ാം തീയതി ജോക്കി നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് ആക്കിയത്. വാണത്തലയന്മാരെ മാമ കണ്ണാപ്പി അയ്യേടാ കണ്ണാപ്പി നിങ്ങളില്ലാതെ വിട്ടുപോലടാ അയ്യേ. അതുകൊണ്ടല്ലേ ജോക്കി അതുകൊണ്ടല്ലേ നമുക്ക് ജോക്കിക്ക് അറിയാവുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ചതാ. ജോക്കി മറ്റേ PA ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ആ കൊച്ചിനെ വിളിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഇതിനകത്തുള്ള അതായത് ഇവന്മാരുടെ ഒക്കെ ഭാര്യ പെടുമ്പോഴുള്ള അതെന്തിനാ നമുക്ക് ആരുമില്ല എന്ന് പറയുന്നേ? അതെന്തിനാ നമുക്ക് കുട്ടി അഭിനയിക്കാൻ വന്നിട്ട് കത്ത് കിടക്കണം. എല്ലാരും പോയി ഇവിടെ വെച്ചിട്ട് ഇവിടെ മുണ്ടിട്ട് മറിക്കാതെ നിനക്ക് ഞാൻ തരാ വേണം, നിനക്ക് ഞാൻ തരാം. നിനക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഓടി പലേറ്റിലോട്ട് വരുന്ന സമയത്താണ് സംഭവിക്കണം. നമ്മൾ ഡൈവേർട്ട് ചെയ്തില്ലേ ഫിജത്താ. ഈ നിനക്കൊക്കെ ഈ പാര വെക്കുന്നതിനുള്ളത് ഞാൻ തരുവേ. എടാ എന്റെ കറണ്ട് പോയി കേട്ടോ. അന്നേരം പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ 4 പേരുണ്ടല്ലോ. ഈ 4 പേര് കണ്ണാപ്പി മാമൻ ബോബോയ് എന്താണത് ആരടുത്ത് സംസാരിക്കണേ? വിളിക്കുന്നത് എടാ ഈ SRK കണ്ണാപ്പി ബോബോയ് ഇവരൊക്കെ ഉണ്ടല്ലോ ഗ്യാങ്ങിന് വേണ്ടി അഹോരാത്രം നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാ. അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ഇത്ര വേട്ടാവളിയന്മാരെ പെൺപിള്ളാരുടെ കൂടെ ഇത്ര ഒരു കീഴിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് അറിയിക്കാൻ തോന്നുന്നു. ஐயோ ஜோக்கி உங்களுக்கு ஒரு பொண்ணு தானே கூப்பிட்டு போனா? ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇങ്ങനെ നടന്നിട്ട് പഞ്ചാമൃതം പട്ടത്തിയിടം തമ്മിൽ തിരിച്ചറിയാതായ? അല്ലല്ല ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ ഗ്യാങ്ങിൽ ആര് നല്ലത് ചെയ്താലും കഴിഞ്ഞാലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ വാസു. എന്റെ പൊന്ന് ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേ വലത്ത് നിന്ന് ഒന്നാമത്തെ ഈ പച്ചമുടി ഇട്ടത് ഇന്നേ വരെ ഒരു ഉപകാരം ഈ ഗ്യാങ്ങിനുണ്ടായിട്ടില്ല. അടിയും വഴക്കും പെണ്ണ് പിടിയും എല്ലാം ആയിട്ട് നടക്കണം. പിന്നെ രണ്ടാമത്തവൻ ഇവന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലത്തെ ബോന്തയും TV കയറുന്നതിന് മുമ്പ് 50,000 മറ്റേ വിഷമ വീഡിയോയോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം ഗ്യാങ്ങിലും കണ്ടിട്ടില്ല, വെളിയിലും കണ്ടിട്ടില്ല. പിന്നെ അടുത്ത് വരണം എല്ലാ ആഴ്ചയിലും മിനിമം 3 കംബാക്ക് പുള്ളിയുടെ ഒരു പോളിസിയാണ്. ജന്മനാ തൊട്ടേ പുള്ളിക്ക് കംബാക്ക് അടിക്കുന്നതിൽ ഭയങ്കര കാര്യമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി ഒരു RP വരെ തന്നിട്ടാണ് റഷ്യക്ക് പോയത്. എന്നിട്ട് നേരെ തിരിച്ചു പോരുന്നത്. പിന്നെ വന്ന് സീറ്റ് ചെയ്താൽ ഇവിടെ വന്ന് ഇപ്പൊ പുള്ളി പറയണത് ഇപ്പൊ ഇവിടെ വീണ്ടും
എടാ ഞാൻ ഞാൻ ഇവിടെ വന്നു. അവരുടെ അടുത്ത് അപ്പോഴേ പറഞ്ഞ് വാസു അത്രയും ക്ലീൻ ആണ് ഒരു പരിപാടിക്ക് ബോറിംഗ് ആർപ്പി നിന്നെ ആരെങ്കിലും പിടിച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നോ എക്സിറ്റ് അടിച്ച് ആ പിന്നെ ഏറ്റവും അവസാനത്തെ ജോക്കി പറ്റപ്പുള്ളി ആരുടെ തള്ളക്ക് വിളിച്ച് 14 ദിവസത്തെ ബാനും കിട്ടി. വാസു മോൻ ഇങ്ങോട്ടൊന്ന് വന്നോ ഇങ്ങോട്ടൊന്ന് വന്നു എല്ലാവർക്കും സുഖമായിട്ടല്ലേ? അതെ 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 ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ഞരമ്പേ ഓടുന്ന സമയത്ത് ഞാൻ വരമ്പേ ഓടി തുടങ്ങിയതാ. അത് അങ്ങനെയല്ലല്ലോ. നീ വരമ്പി തൂർന്ന സമയത്ത് ഞാൻ പാളം തൂർത്ത് തുടങ്ങി അങ്ങനെ എന്തല്ലേ? അത് ഞാൻ അന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ ഇങ്ങനെ പറയുന്നതാ. നീ അതിന്റെ ഇടയ്ക്ക് പറയാം. അപ്പം മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പരിപാടിയൊക്കെ കൊള്ളാം, ഈ പുറത്തുള്ള സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഞാനത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചെന്ന് വെച്ചാൽ വിശ്വസിച്ചില്ല. പക്ഷെ നിന്നെ കുറിച്ചൊരു അപവാദം പറഞ്ഞ സമയത്ത് ഞാൻ അത് പറഞ്ഞു. വാസു അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ജോക്കിക്ക് ഇപ്പോഴും ഏപ്രിൽ ഫുൾ ആണെന്ന് വിശ്വാസമായില്ല. മോനെ നീ പറഞ്ഞ പിന്നെ ഞാൻ വിശ്വസിക്കായിരിക്കുമോ? ഞാൻ എടുത്ത് വളർത്തിയല്ലേ നിന്നെ. ജോക്കിയുടെ കയ്യില് കത്തി എന്തെങ്കിലും ഉണ്ടോ? കുത്താനാണോ മോനെ? അല്ലല്ല ജോക്കിയുടെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മുറിയുന്ന എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ? മുറിയുന്ന തോക്കുണ്ട്. തോക്ക് വെച്ച് പറ്റുമെന്ന് അറിയില്ല, എന്നാലും ജോക്കി ട്രൈ ചെയ്ത് നോക്ക്. എന്റെ നെഞ്ചിന്റെ സൈഡ് നോക്കി വെടി വെക്ക് ജോക്കി, എന്നിട്ട് അത് പൊളത്തി നോക്കാൻ പറ്റുമെങ്കിൽ ജോക്കി നോക്ക്. അതിനകത്ത് ഇപ്പഴും ജോക്കിയെ കാണാം. ഇപ്പഴും ജോക്കിയെ കാണാം അതിനകത്ത്. വലത്തെ സൈഡ് നോക്കണം, ഇടത്തേത് നോക്കരുത്. അല്ലേ എടാ ഞാനൊരു കാര്യം പറയട്ടെ, മോനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നീ ഞാൻ കാര്യം നീ കൊറേ നാളായിട്ട് സിറ്റിക്കകത്ത് ഈ ദർശന 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 എന്ന് പറഞ്ഞിട്ട് എന്ത് വാറിന് പോന്നു? അല്ലല്ല ഞാൻ എപ്പോഴും എന്തിനും റെഡിയാക്കി ജോക്കി, ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. ഏതൊരു സെക്കൻഡ് മോനെ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞാൽ മോനെ ആരെയും ഇഷ്ടമാണ്? ഇല്ല ജോക്കി, ഇല്ല ആരുമില്ല. ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല നടത്തി തരാന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ വായ തുപ്പിത്തരാനാ. പറയടാ കുട്ടാ അങ്ങോട്ട്. പറ ജോക്കി. ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, അങ്ങനെ ഒരു ഇഷ്ടമേ അല്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലേ ജോക്കി എടുത്ത്. അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പരിപാടിയല്ലോ. ഇത് പരിപാടിയൊന്നും ഇല്ല. പരിപാടിയൊന്നും ഇല്ല. ഇല്ലല്ല വേറെ ഒരു പരിപാടി ഇല്ല. അത്